ഹലോ ഗായ്സ്, മോട്ടോക്ലച്ചിൻ്റെ പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള പൊന്മുടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഞാൻ എൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടെ അങ്ങോട്ട് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go through the wastelands, through the ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പം ലെഫ്റ്റാണ് തിരിയേണ്ടത്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാലാണ് നമുക്ക് പൊന്മുടി പോകുന്ന റൂട്ട് പോകാൻ പോകുന്നത്. ഗായ്സ്, നമ്മളിപ്പോൾ നമ്മുടെ പാലോട് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററാണ് നമ്മുടെ പൊന്മുടിക്കുള്ളത്. അപ്പം ഞങ്ങളിപ്പോൾ 3 ബൈക്കിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഡ്യൂക്ക് 250 ഉണ്ട്, അതേപോലെ ഒരു ഡ്യൂക്ക് 200 ഉണ്ട്, പിന്നെ ഒരു V3 ഉണ്ട്. V3 ഇപ്പോൾ ഇവിടെ പെട്രോൾ അടിക്കാൻ കയറിയേക്കാണ്. എന്നിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററാണ് നമ്മുടെ പൊന്മുടിക്കുള്ളത്. വന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ല വഴിയാണ്. ഇടയ്ക്ക് വെച്ച് ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ഒരു ഇടവഴി കൂടെ കൊണ്ടുപോയല്ലാതെ വേറെ മോശമായിട്ടുള്ള വഴികൾ ഈ വന്ന വഴിക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 30 കിലോമീറ്ററാണ് നമ്മുടെ പൊന്മുടിക്കുള്ളത്. പോകുന്ന കാഴ്ചകളും അതേപോലെ തന്നെ പൊന്മുടിയിലെ വിശേഷങ്ങളുമായിരിക്കും നിങ്ങളിന്ന് എല്ലാവരും ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗായ്സ്, നമ്മളിപ്പോൾ നമ്മുടെ ലിബരയിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ പൊന്മുടിയിലേക്ക്. അപ്പോൾ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോവാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ആനപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്ററാണ് നമ്മുടെ പൊന്മുടിയിലേക്ക് പോകാൻ. അതുപോലെ തന്നെ ഇവിടുന്ന് പോകുന്ന വഴിക്ക് തന്നെ മീൻമുട്ടി വാട്ടർഫാൾസ് എന്ന് പറയുന്നൊരു വാട്ടർഫാളുണ്ട്. അതിപ്പോൾ ഈ ആനപ്പാറയിൽ 5 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളിപ്പോൾ അവിടെ കയറുന്നില്ല, നേരെ പൊന്മുടി തന്നെ പോവാണ്. ബാക്കി സമയം ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് കയറാം. അപ്പോൾ ഇന്ന് വലിയ രീതിയിലുള്ള ക്ലൈമറ്റ് നോക്കുവാണെങ്കിൽ വലിയ രീതിയിലുള്ള മഞ്ഞോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മലകളൊക്കെ നല്ല രീതിയിൽ കാണാം. അപ്പോൾ അത് തന്നെയാണ് തോന്നുന്നു പൊന്മുടിയും. മഞ്ഞോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധ്യത കുറവാണ്. കാരണം ഞങ്ങളിപ്പോൾ നല്ല ലേറ്റായി ഇവിടെ വരാം. നമ്മൾ വീഡിയോ എടുത്തെടുത്ത് വന്നപ്പോഴത്തേനും അത്യാവശ്യം നല്ല ലേറ്റായി. പൊന്മുടിയുടെ കാര്യമായിട്ട് പറയാനൊക്കത്തില്ല, എപ്പോഴാണ് എന്ത് ക്ലൈമറ്റ് ആണെന്നൊന്നും പറയാനൊക്കത്തില്ല. ഗായ്സ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ മീൻമുട്ടി വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. ഈ കാണുന്നതാണ് മീൻമുട്ടി വാട്ടർഫാൾസ്. ഇനി നമ്മളൊക്കെ അങ്ങോട്ടാണ് പോകേണ്ടത്. അതാണ് പൊന്മുടി, അങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അതേപോലെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കല്ലാറ് കാണാം. അതായത് നമ്മുടെ കല്ലാറ് റിവർ കാണാം താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ. അപ്പം കല്ലാറ് ബ്രിഡ്ജ് എന്നായിരിക്കും ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടുന്ന് നേരെയാണ് നമ്മുടെ പൊന്മുടി പോകുന്നത്. ആ കാണുന്നതാണ് മീൻമുട്ടി വാട്ടർഫാൾസ് എന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ. ആ മീൻമുട്ടി വാട്ടർഫാൾസാണ് ആ കണ്ടത്. അപ്പോൾ ഇനിയുള്ളതെന്ന് പറയാൻ നമ്മളെ നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പൊന്മുടിയിലേക്കാണ്. അപ്പം നല്ല രീതിയിലുള്ള വളവുകളായിരിക്കും ഇനി കൂടുതലും വരാൻ പോകുന്നത്. അപ്പം വരുന്നവരെല്ലാം നല്ല സൂക്ഷിച്ച് വരിക. ഗായ്സ്, അപ്പം ഈ കാണുന്ന സ്ഥലം കണ്ടോ? ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ പൊന്മുടിയുടെ തുടക്കം. ഐ മീൻ ഇവിടെ നിന്നാണ് നമ്മുടെ പൊന്മുടി തുടങ്ങുന്നത് കറക്റ്റായിട്ട്. ഇവിടുന്ന് 22 ഹെയർ പിന്നുണ്ട് നമ്മുടെ പൊന്മുടിക്ക്. അപ്പോൾ നമ്മൾ ഈ 22 ഹെയർ പിന്നും കയറിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം മൊത്തം നല്ല മരങ്ങളും നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ല കിഡിലൻ വൈബാണ് ഈ സ്ഥലം എന്ന് പറയാൻ.
അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫീലാണ് ഇത് കാണുമ്പോൾ. നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ കാടിൻ്റെ ഈ ഭംഗി ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള വളവുകളാണ്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വളവുകളാണ്. നമുക്കെതിരെ വരുന്ന വണ്ടി കാണാൻ നല്ല രീതിയിൽ പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ പോകണം. ഞങ്ങൾ 3 പേരും ഇവിടെ വന്നേ. സാനിറ്റൈസർ എൻ്റെ ബാഗ് ഇരിപ്പുണ്ട്. സാനിറ്റൈസർ കൊടുക്കണോ? ഗായ്സ്, അതേപോലെ തന്നെ താഴെ നമ്മളിപ്പം ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ ചെറിയൊരു പാസ് ഉണ്ട്. ആ പാസ് 35 രൂപയാണ് ഒരാൾക്ക്, വണ്ടിക്ക് 15 രൂപയും. അങ്ങനെയാണ് നമ്മളിപ്പോൾ പാസ് എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഇപ്പം ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. പിന്നുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയാൻ നമ്മളിപ്പം ശ്രദ്ധിച്ച് തന്നെ പോകണം. കാരണം നല്ല രീതിയിലുള്ള വളവായതുകൊണ്ട് വണ്ടിയൊക്കെ പെട്ടെന്ന് കയറി വരാനുള്ള ചാൻസ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഗായ്സ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഫുള്ള് മരങ്ങളും ഫുള്ള് കാടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന റോഡും മരങ്ങളും അതേപോലെ അതിൻ്റെ നടുക്കൂടുള്ള റോഡ് കാണാൻ തന്നെ വളരെ രസമാണ്. ഭയങ്കര ഫീലാണ് ഇത് കാണാൻ തന്നെ. നല്ല രീതിയിലുള്ള പച്ചപ്പ്, ഇങ്ങനെ നല്ല ഡാർക്ക് പച്ച കളറാണ് നമ്മൾ എങ്ങോട്ട് നോക്കിയാലും കാണുന്നത്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഹെയർ പിന്ന് കയറുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. കാരണം നല്ല രീതിയിലുള്ള നാരോ റോഡായതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ കണ്ട പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നാൽ തന്നെ നമുക്ക് അറിയാനൊക്കത്തില്ല. ഇപ്പോൾ നമ്മൾ 3ാമത്തെ ഹെയർ പിന്ന് കയറാൻ പോവുകയാണ്. അതുകൊണ്ട് 22-ൽ 3ാമത്തെ ഹെയർ പിന്ന് നമ്മളിപ്പോൾ കയറാൻ പോവുകയാണ്. ഇത് തന്നെ കുരങ്ങന്മാരെയൊക്കെ നമുക്ക് റോഡിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ കാണാം. ഗായ്സ്, അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാം. ഫുള്ള് പച്ചപ്പാണ്. പച്ചപ്പെന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് പച്ചയാണ്. മരങ്ങളൊക്കെ നോക്കിയാൽ തന്നെ എന്ത് ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ. അടിപൊളിയാണ്. ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് പൊന്മുടി വരുന്നവർ മെയിനായിട്ട് ഏറ്റവും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ വഴിയായിരിക്കും. അത്രയ്ക്ക് ഭംഗിയുള്ള വഴിയാണ്. കാരണമെന്ന് പറയാൻ നല്ല മരങ്ങളൊക്കെ നല്ല തിങ്ങി നിൽക്കുകയാണ് വഴിയിൽ. നമുക്ക് അത് ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഫീൽ ആവുമെന്ന് എനിക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം അത്ര അടിപൊളി വഴിയാണിത്. മൊത്തത്തിൽ 22 ഹെയർ പിൻസ് ആണുള്ളത്. നമ്മളിപ്പോൾ ഏകദേശം 3ാമത്തെ ഹെയർ പിന്നിപ്പം കയറിയത്. റോഡിൻ്റെ സൈഡ് ഭാഗം നോക്കിയാൽ തന്നെ നമുക്ക് ഫുള്ള് ഫോറസ്റ്റാണ്. ഫുള്ള് ഫോറസ്റ്റ്, വേറെ ഒന്നുമില്ല. സൈഡിലെങ്കിൽ വേറെ ഒന്നുമില്ല. ഫുള്ള് ഫോറസ്റ്റാണ്. നിങ്ങൾക്കപ്പോൾ ഈ വഴി നോക്കിയാൽ തന്നെ അറിയാം. അടിപൊളി വഴിയാണ്. അടിപൊളി വഴി എന്ന് പറഞ്ഞാൽ അടിപൊളി വഴി. നമ്മൾ വരുന്ന വഴിക്ക് ഇടയ്ക്ക് കുരങ്ങന്മാരെയൊക്കെ കണ്ട് അങ്ങനെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പോകണം. അവരൊക്കെ പെട്ടെന്ന് എടുത്ത് നമ്മുടെ ഫ്രണ്ടിലേക്ക് ചാടും. അപ്പം നമ്മൾ കഴിവതും കെയർഫുള്ളായിട്ട് പോകണം. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള വളവും അതേപോലെ നാരോ റോഡ്സുമാണ്. അപ്പോൾ വണ്ടി പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. വണ്ടി പെട്ടെന്ന് വന്ന് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് പോവുക. പിന്നെ നിങ്ങൾക്ക് തന്നെ കാഴ്ച കണ്ടാൽ അറിയാം, നമ്മൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ സ്ഥലത്ത് വരെ നമുക്ക് കിട്ടുന്നത്. അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ്. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. അത്രയ്ക്ക് അടിപൊളി. ഗായ്സ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ പൊന്മുടി ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസ്സൊക്കെ എടുത്ത് മേലോട്ട് കയറി. ഒരു വണ്ടിക്ക് 15, ഒരാൾക്ക് 30 രൂപ വെച്ചായിരുന്നു പാസ്. അത് കഴിഞ്ഞ് നമ്മൾ ഹെയർ പിൻസൊക്കെ കയറി മേലോട്ട് വന്നു. മേലോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. മൊത്തം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. കാടിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നല്ലോ, ആ ഫീലാണ് ഇവിടെ വരുമ്പം കിട്ടുന്നത്. ആ കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് വരുമ്പോൾ കിട്ടുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ തന്നെ. പിന്നെ വരുന്നവരെല്ലാം കഴിവതും സൂക്ഷിച്ച് വരിക. കാരണം നല്ല രീതിയിലുള്ള വളവുകളും അതേപോലെ നല്ല രീതിയിലുള്ള ഹെയർ പിൻസുമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ വന്ന് കോൺ ചെയ്യുന്ന സമയത്തൊക്കെ മേളിൽ നിന്ന് വണ്ടി പെട്ടെന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ പോയി തട്ടാൻ വന്നുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിവതും സേഫായിട്ട് വരിക. അതേപോലെ തന്നെ നാരോ റോഡ് സൈഡാണ്. നമുക്ക് പെട്ടെന്ന് വണ്ടി മേലിൽ ഇറങ്ങി വരുന്നതൊക്കെ കാണാനും നല്ല രീതിയിലുള്ള പാടും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കഴിവതും സൂക്ഷിച്ച് വരിക. പിന്നെ ഈ വേസ്റ്റ് ഒന്നും കൊണ്ടൊന്നും ഇവിടെ ഇടാതിരിക്കുക. കാരണം അത് പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനെയുള്ള വേസ്റ്റ് ഒന്നും കൊണ്ടൊന്നും ഇവിടെ കഴിവതും ഇടാതിരിക്കുക. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള കാഴ്ച നമുക്ക് മേലോട്ട് ചെന്നിട്ട് കാണാം.
ഗൈസ് ഇതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ എന്ന് പറയാൻ. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ട്. അപ്പോൾ ഇവിടാണ് വണ്ടികളൊക്കെ വന്നാൽ പാർക്ക് ചെയ്യുന്ന സ്ഥലം. പിന്നെ നമ്മൾ കയറി പോകുന്നതാണ് ഇതുവഴി മേലോട്ടാണ്. അതോ ഇല്ല കാണുന്ന വ്യൂ പോയിൻ്റാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഇവിടെ ഒന്നും അത്ര ഹൈറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ പോയി കാണുന്ന വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല കാണുന്ന വ്യൂ പോയിൻ്റിലാണ് നമ്മൾ പോയി കയറാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ നമ്മുടെ പൊന്മുടിയിലെ ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ച എന്ന് പറയാൻ നല്ല രീതിയിൽ ഇവിടെ ഇപ്പം കാറ്റടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പൈൻ മരങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ താഴെ സൈഡിലായിട്ട് ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ISRO കാണാം. പിന്നെ ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ വേറൊരു വ്യൂ പോയിന്റ് കാണാം. പിന്നെ അവിടെയാണ് നമ്മുടെ ഈ നേരത്തെ നമ്മൾ വണ്ടി വെച്ച പാർക്കിംഗ് ഒക്കെ. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ ഞാൻ താഴെ നിന്ന് കാണിച്ചില്ല ഒരു ടവർ പോലൊരു സംഭവം. അതാണ് താണ്ടി ഈ കാണുന്നത്. ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇതിനു മുമ്പ് ഇത് ക്ലോസ്ഡ്. എനിക്ക് തോന്നുന്നു ഇത് മൊത്തം പൊളിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. പിന്നിപ്പം നമ്മൾ വന്നിരിക്കുന്നത് 5 പേരായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇവരാണ് എൻ്റെ കൂട്ടുകാർ. ഞങ്ങൾ 5 പേരാണ് ഒരുമിച്ച് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഇങ്ങനെയുള്ള ഫുള്ള് പാറകളിൽ കൂടാണ് നമ്മൾ ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ കാലൊക്കെ സ്ലിപ്പായി പോകാനുള്ള നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സൂക്ഷിച്ചും കണ്ട് തന്നെ വരണം. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം 12 മണിക്ക് അടുത്ത സമയമായി. അപ്പോൾ നല്ല രീതിയിൽ വെയിലുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ വന്നപ്പോൾ നല്ല തണുപ്പാണ് ഇവിടെ. മഞ്ഞോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ തണുപ്പുണ്ട് ഇവിടെ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയാൻ നല്ല കാറ്റുണ്ട്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ രാജാത്തോട്ടത്തിൽ ചെന്നപ്പം അതേപോലെയുള്ള കാറ്റ് ഇവിടെയുണ്ട്. ഗായ്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇതാണ് പൊന്മുടിയുടെ മെയിൻ വ്യൂ. ആ കാണുന്നതാണ് ISRO. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സൈഡിലോട്ട് നോക്കിയാലും വ്യൂ പോയിന്റ് ആണ്. നമുക്ക് എവിടെ വേണേലോ എങ്ങനെ വേണേലോ പോയിരിക്കാം. അതേപോലെ തന്നെ ഇതിപ്പം കുറച്ച് നാൾ അടച്ചിട്ടിരുന്നതുകൊണ്ട് തന്നെ ഇപ്പം നല്ല രീതിയിൽ ഫാമിലീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ കാറ്റടിക്കുന്നത് നല്ല രീതിയിലുള്ള കാറ്റുണ്ട് ഇവിടെ. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള കാറ്റാണ് ഇവിടെ അടിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കാൻ വെക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. നല്ല രീതിയിൽ ചിലപ്പോൾ വിന്നോയ്സ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ അത്രയും നല്ല രീതിയിലുള്ള കാറ്റുണ്ട്. പിന്നെ ആ സൈഡിലോട്ട് തന്നെ നോക്കിയാൽ നമുക്കറിയാം നമുക്ക് ഈ പൊന്മുടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമോ, എത്ര പേര് വന്നാലും ഇവിടെ നിൽക്കാൻ സ്ഥലമുണ്ട്. അതേപോലെ നമുക്ക് എങ്ങോട്ട് വേണേലും നടന്നു പോകാം. അത്രയും കാണാൻ തന്നെ ഇവിടെ കിടപ്പുണ്ട്. എല്ലാ സൈഡിലും ഇതേപോലെയുള്ള വ്യൂസാണ് കൂടുതലായിട്ടുള്ളത്. ഇവിടെ എപ്പോഴും നമ്മുടെ ക്ലൈമറ്റ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതായത് നമുക്ക് ഞാൻ ചിലപ്പോൾ ഇന്ന് വന്ന ക്ലൈമറ്റ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ നിങ്ങൾ നാളെ വരും. അതായത് ഇപ്പം ഞാൻ ഇന്ന് വന്നപ്പോൾ നല്ല വെയിലാണ്, ചിലപ്പോൾ നാളെ വരുമ്പം നല്ല രീതിയിൽ മഞ്ഞ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ്. നമ്മളിപ്പോൾ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് ചാടിക്കയറി വന്നിട്ട് ഇപ്പം അതേപോലെ മഞ്ഞില്ല തണുപ്പില്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ക്ലൈമറ്റാണ്. അതേപോലെ നമ്മുടെ കൊല്ലത്തുള്ളവർക്കും തിരുവനന്തപുരത്തുള്ളവർക്കും ആയിരിക്കും നമ്മുടെ പൊന്മുടി ഏറ്റവും അടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ ആ ജില്ലയിലുള്ളവർ ഇതുവരെ കാണാത്തവരെല്ലാവരും ഉറപ്പായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വരാനും അല്ലാതെ നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ വരാനും അടിപൊളി പ്ലേസാണ്. അതേപോലെ തന്നെ ഇപ്പം കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ പ്രകാരം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂർ, ഒരാൾക്ക് 2 മണിക്കൂറാണ് ഇവിടെ നിൽക്കാൻ അനുവാദമുള്ളത്. അതേപോലെ തന്നെ ടിക്കറ്റിന് ഒരാൾക്ക് 35 രൂപയും ഒരു വണ്ടിക്ക് 15 രൂപയാണ് ടിക്കറ്റ്. അപ്പം നിങ്ങൾക്ക് ഈ വ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഈ പൊന്മുടിയുടെ ഒരു സൗന്ദര്യം. നിങ്ങളെല്ലാവരും മറക്കാതെ ഈ സ്ഥലം വന്ന് കാണണം. അത്രയ്ക്ക് അടിപൊളി പ്ലേസ്. അതുപോലെ കാറ്റെന്ന് പറഞ്ഞാൽ നല്ല പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന കാറ്റാണ് ഇവിടെ അടിക്കുന്നത്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഹിൽ സ്റ്റേഷൻ. നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഹിൽ സ്റ്റേഷൻ. നമുക്ക് പിന്നെ ആ താഴോട്ട് നോക്കിയാൽ കാണുകയും ചെയ്യാം. നമ്മളിപ്പം കയറി വന്ന റോഡുകളാണ് ആ കാണുന്നത്. മൊത്തം നമ്മൾ നേരത്തെ കയറി വന്ന റോഡാണ് ആ കാണുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഫാമിലിയായിട്ടൊക്കെ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ചില്ലായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ പൊന്മുടി വന്നൊന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും മറക്കാതെ വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പൊന്മുടി. ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ നമ്മുടെ പൊന്മുടിയുടെ ഏറ്റവും ഹിൽ ടോപ്പ് വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവിടുത്തെ ഒരു വ്യൂ അന്യായ വ്യൂ ആണ്. അതായത് അന്യായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. നമുക്ക് എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പും നീല കളറുമായിരിക്കും ഫുള്ള് കാണുന്നത്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം തട്ടായിട്ടുള്ള മലകളും അതേപോലെ തന്നെ ആകാശവും. അതാണ് മെയിൻ ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ തീരാതെ കിടക്കുന്ന പോലെ മേഘങ്ങളും അതേപോലെ തന്നെ നല്ല
മലകൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കാണും, നിങ്ങളെല്ലാവരും അതൊന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇനി ഞാൻ ശരിയാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ വീഡിയോയുടെ അടി രേഖപ്പെടുത്തണം ഗൈസ്. അതേപോലെ തന്നെ ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കിടില ഒരു പ്ലേസ് ആയിരിക്കും നമ്മുടെ പൊന്മുടി എന്ന് പറയാൻ. നമ്മളെ നടന്നൊക്കെ കുറേ ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ സ്ഥലം അടിപൊളിയായിരിക്കും. കാരണം സ്ഥലം നോക്കിയാൽ തന്നെ അറിയാം, ഇഷ്ടം പോലെ നടക്കാൻ കിടപ്പുണ്ട്. ഏത് സൈഡിലോട്ട് നോക്കിയാലും നമുക്ക് നടക്കാനുള്ള സ്ഥലങ്ങളാണ് കാണുന്നത് ഗായ്സ്. അങ്ങനെ നമ്മൾ ഈ സൈഡിലെ വ്യൂ ഒക്കെ കണ്ട് നമുക്കുള്ള 2 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞു. 2 മണിക്കൂർ സമയം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ആ 2 മണിക്കൂർ ടൈം ഇപ്പോൾ നമുക്കിവിടെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് സെക്യൂരിറ്റി വന്ന് പറയും നമ്മുടെ 2 മണിക്കൂർ കഴിഞ്ഞു, നിങ്ങൾ ഇറങ്ങണമെന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയും. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങണം. എനിക്ക് തോന്നുന്നു അത് ഈ കോവിഡ് കാരണമാണെന്ന് തോന്നുന്നു ഇപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു സംഭവം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. നമ്മളോട് പറയാം, ഈ പൊന്മുടി വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും ആകാശവും മലകളും ആയിരിക്കും നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് ഒരു വെറൈറ്റി വ്യൂ കാണണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ സ്ഥലത്ത് വരിക. നിങ്ങൾ ഇതുവരെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ഥലത്ത് ഉറപ്പായിട്ട് വരിക. അത്രയ്ക്ക് അടിപൊളിയാണ് ഈ സ്ഥലം കാണാൻ. വ്യൂ പോയിൻ്റ് ഉണ്ട്, ഇത് കുറേ സൈഡുണ്ട്. നമുക്ക് നിന്നാൽ തന്നെ സൈഡ് ബൈസ് കാണാൻ കുറേ സൈഡുണ്ട്. അതെ, ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ ഗോകുൽ. I can't find my way back to you until you make amends with the demons you've been through. And I can't regret leaving you alone until you find your way back home. Find your way back home. ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ പൊന്മുടി സ്ഥലം നിങ്ങൾ ഏകദേശമൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങുകയാണ്. ഒരാൾക്ക് 2 മണിക്കൂറാണ് ഇവിടെ ടൈം. അപ്പോൾ അത് ഫുള്ള് കണ്ടിട്ട് നമ്മളിപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫൈനൊക്കെ ഉണ്ടെന്നൊക്കെ മേളിൽ നിന്നൊരു സെക്യൂരിറ്റിയാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഈ സൈഡിലെ വ്യൂ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും നമുക്ക് ആകാശവും പിന്നെ കുറേ പച്ചപ്പും പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ കുറേ കുന്നും അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള വ്യൂ. Ponmudi, it's ecotourism, which means that it's really natural, it doesn't have any toxicity here, it's got pure beauty and it's for enjoyment, and it's all about respecting planet Earth. നമസ്തേ. അപ്പോൾ നമ്മൾ നമ്മുടെ പൊന്മുടിയിൽ നിന്ന് നേരെ തിരിച്ചിറങ്ങി. ഒരാൾക്ക് 2 മണിക്കൂറാണ് അവർ ടൈം പറയുന്നത്. അപ്പോൾ ഈ കോവിഡ് കാരണമാണ് അപ്പോൾ അങ്ങനെയാണ് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോൾ ഫൈനൊക്കെ ഈടാക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് അവിടെ 2 മണിക്കൂർ നിൽക്കാനാണ് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് സെക്യൂരിറ്റിയൊക്കെ വന്ന് പറഞ്ഞു 2 മണിക്കൂറായി ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങുന്നത്. അപ്പം വരുന്നവരെല്ലാം അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കഴിവതും ഈ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇറങ്ങാൻ നോക്കുക. ഫൈനൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ എല്ലാവരും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോക്ക് തന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഈ വീഡിയോക്ക് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറേ തെറ്റും കുറ്റങ്ങളും വരാൻ ഒത്തിരി ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ ബൈ.